ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നാട്ടിലെത്തിയതിന് ശേഷം ഒന്ന് രണ്ട് ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ഞങ്ങളൊന്ന് കോഴിക്കോട് വരെ പോവാണ്. കുട്ടികളുടെ ഗ്ലാസ്സൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഞങ്ങളിവിടെ ഹോസ്പിറ്റലിൽ വരെ ഒന്ന് വന്നതായിരുന്നു. രാവിലെ തന്നെ നന്നായിട്ട് മഴ പെയ്യുന്നതുകൊണ്ടും പിന്നെ ഹോസ്പിറ്റലിൽ അത്യാവശ്യം നന്നായിട്ട് തിരക്കുള്ളതുകൊണ്ടും അതിൻ്റെ ഉള്ളിലുള്ള വിഷ്വൽസ് ഒന്നും ഞാൻ ഇതിൽ എടുത്തിട്ടില്ല. 10 മണിക്കാണ് നമുക്ക് ഹോസ്പിറ്റലിൽ ബുക്കിംഗ് ഉണ്ടായിരുന്നത്. അങ്ങനെ അവിടുന്ന് എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും ഏകദേശം ഉച്ചയ്ക്ക് ഒരു 1 മണിയൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ അവിടുന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് ഗോകുലം മാളിലേക്കാണ്. ഉച്ച സമയമായതുകൊണ്ട് തന്നെ ബാക്കി പ്രോഗ്രാംസൊക്കെ ഇനി ഭക്ഷണം കഴിച്ചിട്ട് തുടങ്ങാമെന്ന് കരുതി. അങ്ങനെ ഓരോരുത്തരും അവർക്ക് ഇഷ്ടപ്പെടുന്ന ഫുഡുകൾ തന്നെ ഓർഡർ ചെയ്ത് ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ ഓർഡർ ചെയ്ത് ഫുഡുകളൊക്കെ എത്തി. ഇത് ബീഫ് റൈസും കുട്ടികൾക്ക് ചിക്കൻ ബിരിയാണിയും എനിക്ക് വെറൈറ്റി ആയിട്ട് പൊതിച്ചോറുമാണ് ഞാൻ എടുത്തത്. പൊതിച്ചോറ് ഞാൻ ചെറുപ്പത്തിൽ എപ്പോഴോ ഒന്ന് കഴിച്ചതാണ്, അതിൻ്റെ ശേഷം ഞാൻ ഇപ്പോഴാണ് കഴിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഐറ്റംസൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് തുറക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ. ആ വാഴയിലിൻ്റെ ആ സ്മെല്ലും പിന്നെ നല്ല ചൂടുള്ള ചോറും കറികളൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ചിക്കനും ഫിഷും അതുപോലെ ഓംലെറ്റൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി പൊതിച്ചോറ് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം അവിടെ മാളിൻ്റെ ഉള്ളിൽ തന്നെ ഞങ്ങൾക്ക് കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത്യാവശ്യം മാളിലൊക്കെ ഒന്ന് കറങ്ങി ഏകദേശം ഒരു വൈകുന്നേരത്തോടു കൂടി ഞങ്ങൾ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇന്ന് ഞങ്ങൾ പോരുന്ന സമയത്ത് തുടങ്ങിയ മഴയാണ് കേട്ടോ. ഇപ്പോഴും അതേപോലെ തന്നെ പെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ സമയം ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഒന്ന് ബീച്ചിലൊന്ന് കറങ്ങിയിട്ടേ പോവാറുള്ളൂ. ഇന്നിപ്പോൾ മഴ ആയതുകൊണ്ട് ഇറങ്ങാൻ പറ്റുമെന്ന് അറിയില്ല. മഴ കുറയാത്തതുകൊണ്ട് ഞങ്ങളൊരു കുട എടുത്തിട്ട് കടലിൻ്റെ അടുത്ത് അവിടെ കുറച്ച് നേരം പോയിട്ട് നിന്നു. മഴ നല്ല ശക്തിയായിട്ട് പെയ്യുന്നില്ലെങ്കിലും ചെറുതായിട്ട് ചാറുന്നുണ്ട് ഇപ്പോഴും. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നിട്ട് മഴ കൂടി വരാമെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു. മഴ കാരണം ഞങ്ങൾക്ക് എവിടെ ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് അവിടെ കുറച്ച് പ്രോഗ്രാംസൊക്കെ കഴിഞ്ഞതിന് ശേഷം സിറ്റിയിലൊക്കെ ഒന്ന് ജസ്റ്റ് കറങ്ങിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് മഞ്ചേരിയിലേക്ക് തന്നെ തിരിച്ചു പോന്നു. അങ്ങനെ തിരിച്ചു പോന്നപ്പോൾ നമ്മൾ വൈറ്റ് ഹൗസിലും കയറിയിട്ടാണ് പോകുന്നത്. ഇന്ന് ഈവനിങ്ങിൽ ഇവിടെ പിസ്സ പാർട്ടിയാണ്. ഞങ്ങൾ എത്തിയപ്പോഴേക്കും അവർ പിസ്സേൻ്റെ ഡോ ഒക്കെ റെഡിയാക്കിയിട്ട് ബേക്ക് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഈ ഒരു പിസ്സ നമ്മുടെ ഫാമിലിയിലെ ഒട്ടുമിക്ക ആൾക്കാരും കഴിച്ചിട്ടുള്ളതാണ്. ടേസ്റ്റ് അടിപൊളിയാണ്, പറയാതിരിക്കാൻ പറ്റില്ല.
അങ്ങനെ എല്ലാ പിസ്സകളും ബേക്ക് ചെയ്തതിൻ്റെ ശേഷം ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് അവിടെ ഇരുന്ന് കഴിച്ചു. അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോന്നു. ചിന്നുവിന് ഇന്ന് ആമസോണിൻ്റെ ഒരു ഓർഡർ വരാനുണ്ടായിരുന്നു. അവൾ ഓർഡർ ചെയ്തത് ഒരു സയൻസ് കിറ്റാണ്. ഇതിനകത്ത് എന്തൊക്കെയുള്ളതെന്നുള്ളത് അൺബോക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം. സയൻസ് ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് കുറേ എക്സ്പെരിമെൻ്റൊക്കെ ആയിട്ട് ഉള്ള ഒരു സയൻസ് കിറ്റാണിത്. അതിനുള്ള ടൂൾസും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇനി ഞങ്ങളുടെ ബാംഗ്ലൂർ ടൂറിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഗുഡ് ബൈ.